For millions of students, NEET decides the future. If you ask any medical student, their dream is to clear the NEET exam and fulfill their dream of becoming a doctor. But before the exam even began, the system had already been compromised. Paper leaks, secret channels, arrests, and a nation asking one question: can students trust the system anymore? 25 ലക്ഷം പിള്ളേരുടെ ഭാവി വെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് കളിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും വന്നിട്ട് നീറ്റ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെ ഒരു റാലി ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. റാലി കാരണം ആദ്യമായിട്ടല്ല പ്രശ്നം ഉണ്ടാകുന്നത്. ഈ എയർഫോഴ്സിനൊക്കെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അത്രയും വലിയ കാര്യം ഉണ്ടായിരുന്നു, അത് ചുമ്മാ ആക്ടിംഗ് ആണോ? സോ 24ാമത്തെ എപ്പിസോഡിലേക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ബാക്ക്. കട്ടഞ്ഞ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ അഗെയിൻ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ഞങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കറണ്ട് അഫെയർസ്, കുറച്ച് ഫിലോസഫീസ്, പൊളിറ്റിക്സ്, എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരാഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങൾ എല്ലാ ഫ്രൈഡേ ഈവനിങ്ങിൽ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണിത്. ദാറ്റ് ബീങ് സെഡ്, അഗെയിൻ ഈ പാനലിരിക്കുന്ന ആൾക്കാരെ അറിയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്യാമറയിൽ ജസ്റ്റ് ക്വിക്ക് ഇൻട്രഡക്ഷൻ കൊടുക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ പേര് സേതു, സംഗീത്, ഷൈനോ, ബെൻസൺ, വൈശാഖ്. അപ്പോൾ ഇതൊക്കെയാണ്. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ ടോപ്പിക്കിൽ കിടക്കാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് നമ്മുടെ നീറ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ആഴ്ചയിൽ ഓരോ ആഴ്ചയിൽ നീറ്റിൻ്റെ കുറേ സംഭവങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സംസാരിച്ച് ബാംഗ്ലൂരിൽ അവിടെ വെച്ചിട്ട് ഈ കോൺഗ്രസിൻ്റെ റാലി കാരണം അവർക്ക് എക്സാമിന് ലേറ്റായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു വൈറൽ റീലുണ്ടായിരുന്നു പുള്ളി ഇതുപോലെ തന്നെയാണ് എനിക്കൊന്ന് എന്തോ റാലി കാരണം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അവിടെ എത്താൻ പറ്റില്ല, 1 മിനിറ്റ് ലേറ്റ് എന്നാണ് പറയുന്നത്. അവരെ കടത്തി വിട്ടില്ല, എന്നിട്ട് പുള്ളി ഗേറ്റിലൊക്കെ തലയിടിച്ച് വീഴുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ അതിന് നടന്ന്. അപ്പോൾ പിന്നെ ഇവൻ പറയുന്നുണ്ടായിരുന്നു അതുപോലെ നീറ്റിൻ്റെ എക്സാം ഈ പ്രാവശ്യത്തെ പേപ്പർ ഭയങ്കര പാടാണ്, സാധാരണ ഉള്ളതിനെക്കാട്ടും പാടായിട്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നീറ്റ് പോലത്തെ ഈ പൊളിറ്റിക്സൊക്കെ സംഭവം വന്നിട്ട് ഈ സാധാരണ പിള്ളേരുടെ കഴുത്തിറക്കുവാണോ? അപ്പോൾ ആ ഒരു ടോപ്പിക്കാണിത്. ഇതാരുടെ ആയിരുന്നു ടോപ്പിക്ക്? ഇത് വൈശാഖിൻ്റെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നീറ്റിൻ്റെ ഇത് എക്സാം നടന്നായിരുന്നു റീസെൻ്റ്ലി. അപ്പോൾ മെയിൻ സംഭവം നടന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു. അത് കാരണം ഒരു 3-4 സ്റ്റുഡൻസ് ലേറ്റായി, അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കോൺഗ്രസ് ഇത് ഞാൻ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ് എപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയണതെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, നമ്മൾ എല്ലാത്തിലും BJPയുടെ എതിരെ ഒക്കെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ മാറ്റണം, അവർ കാരണമാണ് ഇത് പറ്റുന്നത് സംഭവമൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു റാലി കാരണം റോഡ് ബ്ലോക്ക് ആയിരുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഈവൻ എനിക്കൊന്ന് പക്ഷേ സ്റ്റിൽ 4 പേരെ ലേറ്റ് ആയുള്ളൂ. ബാക്കിയുള്ളവർ എനിക്ക് തോന്നുന്നു മേ ബി നേരത്തെ വന്നിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ 4 പേര് ലേറ്റായി. അവരുടെ പേരൻസിൻ്റെ ഒക്കെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് ഇവൻ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം अभी देखिए ये तो नीट का एग्जाम आ गया, 1 महीना पहले अनाउंस हो गया था. हर पूरा इंडिया को, ऑल इंडिया सबको मालूम है कि आज 21 को नीट एग्जाम आ गया. मगर आज ये कांग्रेस की रैली रखी है, तो कांग्रेस की रैली किधर? इधर ही है, पैलेस ग्राउंड पे. तो 3 आवर्स से इधर रोड ब्लॉक है, तो बच्चे कैसे आएंगे इधर? जाम में फंस के तीन अभी 4 आ गया, अभी और क्या क्या 4 चिल्ड्रंस को अभी एग्जाम नहीं है. कैसा करना है बोलिए? അധികം എനിക്കറിയത്തില്ല. അത്രയും വർഷം പേരൻസ് ആണെങ്കിലും അത്രയും പൈസ എഫേർട്ടൊക്കെ ഇട്ട് പിള്ളേരെ പഠിപ്പിച്ചെടുത്തിട്ട് പിള്ളേരുടെ ഫ്രണ്ടിൽ അച്ഛനും അമ്മയൊക്കെ കിടന്ന് കരയുന്ന കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ 3-4 വീഡിയോസ് ഞാൻ കണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അത് എത്രത്തോളം ശരിയാണ്? കാരണം രാഹുൽ ഗാന്ധി പോലത്തെ ഒരു പുള്ളി എല്ലാത്തിനും BJPനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഇവരുടെ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നീറ്റ് നടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് അവർ റാലി ചെയ്തത് അത് സെയിം ടൈമിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ റീതിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ മോദിയുടെ റീസെൻ്റ്ലി പുള്ളി അതിന് മുമ്പത്തെ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് പുള്ളി എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു, ജസ്റ്റ് ബിക്കോസ് എന്താ പറയുന്നത് നീറ്റ് എക്സാം നടക്കുമായിരുന്നു. അപ്പോൾ പുള്ളി 45 മിനിറ്റ്സ് എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തു, കാരണം പുള്ളി ഇറങ്ങുവാണെങ്കിൽ അവിടെ റോഡ് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്ത് അറ്റ് ദ സെയിം ടൈം കോൺഗ്രസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം 4 പിള്ളേർക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. വേറെ കുറേ സ്റ്റേറ്റുകളിലും പിള്ളേർക്ക് ലേറ്റ് ആയതുകൊണ്ട്. ബാംഗ്ലൂരിൽ ഒന്നാമത് അവിടുത്തെ ട്രാഫിക് അറിയാം, അതിൻ്റെ റാലിയും കൂടെ റാലിയും കൂടെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അതാണ് ഒരു മെയിൻ കൺസേൺ. ഇപ്പോൾ പിള്ളേർ അഗൈൻ പറയുന്നുണ്ട് എക്സാം പാടായിരുന്നു. പക്ഷെ അതിലെനിക്ക് വേറെ ഒരു തോട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണേലും ഇപ്പോൾ ആ എക്സാമിൻ്റെ മാർക്ക് എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറയും ആ എക്സാം ആയിരുന്നു കുറച്ചുകൂടി എളുപ്പം.
പക്ഷേ അഗൈൻ പിള്ളേർ പറയുന്നുണ്ട് പാടായിരുന്നു. എനിക്കൊന്ന് ഇത് ജനറൽ ഇവാലുവേഷൻ്റെ ബേസിൽ എനിക്കൊന്ന് ഫിസിക്സ് കെമിസ്ട്രി പാടായിരുന്നു, പക്ഷേ ബയോളജി ഇപ്രാവശ്യം എളുപ്പമായിരുന്നു പറയുന്നത്. ഞാൻ ചുമ്മാ നോക്കി ഇതിനെ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം പറഞ്ഞു ഇപ്രാവശ്യം ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിരുന്നു, മായി നടന്ന എക്സാം കുറച്ചുകൂടെ മോഡറേറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എക്സാം പാടാണെങ്കിലും ഇപ്പോൾ റാങ്കിങ്സ് അതിനനുസരിച്ച് അക്കോർഡിംഗ് ആണല്ലോ വരുള്ളൂ. എങ്ങനെയാണോ ഇപ്പോൾ മാർക്ക് അനുസരിച്ചല്ലോ, റാങ്കിങ് അനുസരിച്ചല്ലേ സീറ്റ് കിട്ടുന്നത്. അതെ, അപ്പോൾ എക്സാം റാങ്ക് കിട്ടുന്നത്. അപ്പോൾ എക്സാം പാടാണെങ്കിൽ എല്ലാവർക്കും എക്സാം പാടായിരിക്കത്തില്ല. അതെ, അപ്പോൾ അത് പ്രശ്നം ഉണ്ടാകേണ്ടതല്ല. ഡിപ്പെൻഡ് ചെയ്യണം. കാരണം ഇപ്പം ഈ റിപ്പീറ്റ് ചെയ്യുന്നവരുടെ കേസിലൊക്കെയാണ് 4 കൊല്ലം ഒക്കെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ മുന്നത്തെ ആയിരിക്കും ഒന്ന് കണക്ട് ആയത്, എന്നിട്ട് അത് പോയിട്ട് പിന്നെ ഒന്നുകൂടെ എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ കിട്ടാണ്ട് പോയവർക്കും ചിലപ്പോൾ ഈ തവണ ക്ലിക്കായി പോയി കാണും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന വേറൊരു ഡിബേറ്റ്. കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരവരുടെ സമയം, ഇപ്പം എഴുതാൻ പറ്റാണ്ട് പോയ കൊച്ചാണേലും ആ കൊച്ചിൻ്റെ സമയം, അവിടെ വരെ വരാൻ എടുത്ത ടൈം, കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ, ഈവൻ ചെന്നൈയിൽ ഒരു കൊച്ചിന് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിപ്പോയി, എക്സാം അപ്പിയർ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിപ്പോയിട്ട് പോലീസ് വന്ന് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയിട്ട് ആ പയ്യനെ എക്സാം എഴുതാൻ പറ്റിയില്ല. പക്ഷേ പോലീസ് കൊണ്ടുപോയി മറ്റേ സൈറനൊക്കെ ഇട്ട് പയ്യനെ കൊണ്ടുപോയി. എന്നിട്ട് അതിന് കുറേ വിജയണ്ണൻ ഫാൻസൊക്കെ വന്നിട്ടുണ്ട്, വിജയണ്ണൻ്റെ പോലീസ് അങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫൺ ഫാക്ട് വേറെ. നമ്മുടെ ഇപ്രാവശ്യം നീറ്റിൻ്റെ 2ാമത്തെ പേപ്പർ കൊണ്ടുവന്നത് അത് അൾട്രാ സെക്യൂരിറ്റി. ഇതുവരെ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടില്ല, ഒരു പേപ്പർ കൊണ്ടുവരാനും. എനിക്കൊന്നു എയർഫോഴ്സ് ഉണ്ടായിരുന്നു പേപ്പർ കൊണ്ടുവരാൻ. എയർഫോഴ്സ് കൊണ്ടുവന്നിട്ട് പിന്നെ നാഷണൽ സെക്യൂരിറ്റി ഈ ഓരോ സിറ്റീസിലോട്ട് എത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയ എല്ലാ കണ്ടെയ്നറിലും GPS ട്രാക്കിംഗ്. ഇത്ര സെറ്റപ്പ് ആയിരുന്നു നീറ്റിൻ്റെ പേപ്പർ സെക്യൂർ ആയി അവിടെ എത്തിക്കുന്നതിന് വരെയുള്ള. അത് കഴിഞ്ഞ് എല്ലാ എക്സാം നടക്കുന്ന സെൻറ്ററിൽ ലോക്കൽ പോലീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നീ ആ ഇട്ട ടാഗ് ലൈൻ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. നീറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഇത്രയും എനിക്കൊന്നു 25 ലക്ഷം ആൾക്കാരെന്താണ് അപ്പിയർ ചെയ്യുന്നത്, 22 സംതിങ് അപ്പിയർ ചെയ്തു. അല്ല സോറി എക്സാമിന് രജിസ്റ്റർ ചെയ്തു. 22 ലക്ഷം പേരെന്തോ അപ്പിയർ ചെയ്തുള്ളൂ ആകെ എക്സാമിന്. 1 ലക്ഷം പേര് 22 ലക്ഷം ഓൾ ഇന്ത്യ 22 സംതിങ് കാണുമായിരിക്കും. ബട്ട് റഫ് ഫിഗർ പറയാനാണ് 22 ലക്ഷം പേര് അപ്പിയർ ചെയ്തു. അതിൽ 63,000 പേർക്കാണ് സീറ്റുള്ളൂ, ഗവൺമെൻറ് സീറ്റ്. ബാക്കിയുള്ളവർക്ക് സീറ്റുണ്ട്, പക്ഷെ അത് അതിന് അഗൈൻ 1 കോടി 2 കോടി രൂപയൊക്കെ കൊടുത്താലും പഠിക്കത്തില്ല പ്രൈവറ്റ് കോളേജുകളിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രശ്നം. പക്ഷെ അപ്പോൾ ഈ ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ വരുന്ന നല്ല കാര്യമില്ല. കാര്യം ആ എക്സാമിൻ്റെ വെയിറ്റ് കൂടും, അതിന് ഇച്ചിരി കൂടി ടോപ്പ് വരുന്ന ആൾക്കാർ ഇതെല്ലാം ഉണ്ടായതെന്ന് പറയുന്നത് ആ ഒരു പേപ്പർ ലീക്കായ സംഭവമില്ല. അപ്പോൾ ഗവൺമെന്റ് കിടന്ന് എന്ത് കാണിച്ചിട്ട് എന്താ കാര്യം? അത് വേറെ ഒരു സംഭവം ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ ടെലിഗ്രാം ഈ നീറ്റ് നടക്കുന്ന സമയത്ത് ബാൻ ചെയ്ത്. എന്ന് വെച്ചാൽ മെയിൻ ഒരു സംഭവം ടെലിഗ്രാമിൽ നടന്നുകൊണ്ടിരുന്ന സ്കാം എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മളത് 10 ദിവസം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തു. നീറ്റിൻ്റെ എക്സാമിൻ്റെ പേപ്പർ റിലീസായി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡോക്യുമെൻ്റ് മാറ്റാൻ പറ്റും. എന്നിട്ട് അവിടെ എഡിറ്റഡ് എന്നുള്ള സംഭവം കാണിക്കത്തു പോലുമില്ല. അപ്പോൾ നമ്മളൊരു നീറ്റ് എഴുതിയ ഒരാളോട് പറയും ഇതെനിക്ക് 10 ദിവസം മുമ്പ് ഈ ഇത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പോയില്ലേ. അവനോർത്ത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത് 10 ദിവസം മുമ്പ് എത്ര പേർക്ക് കിട്ടിക്കാണും. പക്ഷേ ആക്ച്വലി അങ്ങനെ പോയിട്ട് പോലും കാണത്തില്ല. चाइना ने तो आपको पहले ही बैन कर रखा है और इंडिया ने भी अब 1 वीक का बैन लगा दिया है. और हो भी क्यों ना, पुराने एग्जाम पर नए डेट एडिट करके बच्चों से स्कैमर्स 5-5 लाख लेते आए हैं, वो भी इनके ही ऐप पर. तब भी ये कुछ नहीं बोलते. इस एक एडिट फीचर से इस 150 करोड़ की पॉपुलेशन में कोई भी फॉल्स इन्फो फैल सकती है. सोचो इस रीनीट के माहौल में बच्चे और परेशान हो सकते हैं. ആൾക്കാരിങ്ങനെ ഫേക്ക് ന്യൂസ് ഇറക്കും, എനിക്കിത് ലീക്കായിരുന്നു എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ടെലിഗ്രാമിലുണ്ടായിരുന്നു. അത് കാരണം BJP സർക്കാർ ഇത് ടെലിഗ്രാം ബാൻ ചെയ്തു. അത് ബാൻ ചെയ്തപ്പോൾ കോൺഗ്രസ് പറഞ്ഞു പേപ്പർ ലീക്ക് അത് കാരണം എന്തിനാണ് നിങ്ങൾ ടെലിഗ്രാം ബാൻ ചെയ്തത്, എന്തെങ്കിലും സെൻസ് ഉണ്ടോയെന്ന്. പക്ഷേ അതിൻ്റെ സെൻസ് ഇതാണ്, അതിലിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പർട്ടിക്കുലർ പേപ്പർ അപ്പോൾ എങ്ങനെയായിരുന്നു ലീക്ക് ആയെന്ന് പറഞ്ഞത്? അത് ഒരു പേപ്പർ ഫുള്ളി അല്ല, എനിക്കൊന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ എല്ലാം ബാക്കി പോയ പേപ്പറുകളിലെല്ലാം ഉണ്ടായിരുന്നു. ബാക്കി പോയ പേപ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ ലെറ്റ്സ് ഒരു പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഓർത്തോ, അതിലൊരു 50 ക്വസ്റ്റ്യനോളം എന്തോ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാർക്ക് കിട്ടി. അങ്ങനെ എന്തോ സംഭവം. അതെങ്ങനെ ടെലിഗ്രാം ത്രൂ കിട്ടിയ? ടെലിഗ്രാം ത്രൂ ആണ് ഇതുവരെ സോൾവ് ചെയ്യാം. അന്നാ ലീക്കായി എന്ന് പറയുന്നതല്ലാണ്ട് പിന്നെ അതിന്റെ പുറകെ കൂടുതൽ ന്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ട്. പക്ഷേ ഇതിലൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഒരു BJPയുടെ ഒരു ലീഡറായിട്ടുള്ള ഒരു പുള്ളിയായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. പുള്ളിയായിട്ട് ലിങ്കായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇത് വിറ്റത്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു BJP ആയിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷേ അതിപ്പോ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലടാ. അതിപ്പോ എന്ത് പൊട്ടത്തിൽ ടെലിഗ്രാം ബാൻ ചെയ്തിട്ട് ഇപ്പൊ എന്ത് നടക്കാൻ പോണത്? അതാ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൽ. നമുക്കിപ്പോ ഒരു ടെലിഗ്രാമിന് 10 ദിവസം മുമ്പ് നമ്മളൊരു ഡോക്യുമെന്റ്
അല്ല അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും എനിക്ക് എൻ്റെ കയ്യിൽ 10 ദിവസം മുമ്പ് ഇങ്ങനെ കിട്ടും. സാധനം ലീക്കായിട്ടുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ലീക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ തവണ അത് വരാണ്ടിരിക്കാൻ വേണ്ടി അവർ അത് ഇങ്ങനെ ഇപ്പോൾ ഫേക്കായിട്ട് ന്യൂസ് പകരാണ്ടിരിക്കാൻ വേണ്ടി. കാരണം ചിലവർ കഴിഞ്ഞ ഇത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇത് 10 ദിവസം മുമ്പ് കിട്ടും, അപ്പോൾ അടുത്ത എക്സാമിന് എനിക്ക് 20 ലക്ഷം രൂപ വന്നാൽ ഞാൻ 10 ദിവസം മുമ്പ് പേപ്പർ വരാമെന്ന് പറഞ്ഞ് പൈസ മേടിക്കും. ആൻഡ് പിള്ളേർ ആക്ച്വലി 20 ലക്ഷം കൊടുക്കുകയും ചെയ്യും പേപ്പറിന് വേണ്ടി. ടെലിഗ്രാമിലൂടെ മാത്രമല്ലോ. എത്ര ദിവസം മുമ്പ് ഇത് പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ടെലിഗ്രാമിൽ മാത്രമേ ഉള്ളായിരുന്നു. എത്ര ദിവസം മുമ്പായിരുന്നു ഇത് ബാൻ ചെയ്ത് ടെലിഗ്രാം? അത് നീറ്റിൻ്റെ എക്സാമിന് മുമ്പ്. ഒരു ദിവസം മുമ്പ്. ഒരു ദിവസം മുമ്പല്ല, എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് തൊട്ട്. പക്ഷേ 10 ദിവസം മുമ്പ് അത് ഡോക്യുമെന്റ് അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ 10 ദിവസം മുമ്പ് എന്തോ ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ടൈം ലിമിറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അവയർനെസ് വന്നത്. ഇപ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. കാരണം ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ടെലിഗ്രാം എല്ലാവരും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് വാട്സപ്പും കാര്യങ്ങളൊന്നും ബാൻ ചെയ്തുകൂടാന്ന്. പക്ഷേ വാട്സാപ്പിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ടെമ്പററിലി ബാൻ ചെയ്തു. അതെനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ എനിക്കും അങ്ങോട്ട് കാരണം ഇപ്പോൾ നമ്മൾ റോഡിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നത് നമ്മൾ റോഡ് ബാൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കാർ ബാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. എൻ്റെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, അവർ ഓർത്തത് ഇനി അങ്ങനെ ഒരു വഴിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അടച്ചേക്കാന്നായിരിക്കും ഓർത്തത്. അല്ല ഫേക്ക് ന്യൂസ് പകരാണ്ടിരിക്കാൻ. ആക്ച്വലി ഇത് പകരത്തില്ല, ഫേക്ക് ന്യൂസ് പകരാണ്ടിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ. പിന്നെ സെല്ല് ചെയ്യാൻ എളുപ്പമാണ്. എനിക്കിപ്പോൾ കിട്ടുമെന്ന് പറയും, 10 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയായിരുന്നു, ഇതാണ് എൻ്റെ പ്രൂഫ്. 10 ദിവസം മുമ്പ് ഞാൻ ഇത് ഇന്ന പിള്ളേർക്ക് അയച്ചു കൊടുത്തായിരുന്നു. പുള്ളി ഒരു പ്രൂഫ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഞാൻ 2 ലക്ഷം രൂപ കൊടുക്കും. അടുത്ത വർഷം എനിക്കൊന്ന് ഇട്ട് തന്നാരെന്ന് പറഞ്ഞ് ഞാൻ 2 ലക്ഷം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വർഷം ഇവൻ ബ്ലോക്ക് അടിച്ചിട്ട് പോകും. അങ്ങനെ 20 ലക്ഷം കൊടുത്ത് മേടിക്കും. എനിക്ക് പിന്നെ ഇഷ്ടം പോലെ 20 ലക്ഷം അല്ല, ഞാൻ ഒരു ഫിഗർ പറഞ്ഞു. പക്ഷെ 5 ലക്ഷമൊക്കെ കൊടുക്കാൻ സുഖമായിട്ട് ആൾക്കാർ കൊടുക്കും. ബ്രില്യൻറ്റിലൊക്കെ എത്ര ലക്ഷം കൊടുക്കുന്നത്? അത് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഇത് പഠിക്കാണ്ട് 5 ലക്ഷത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പിള്ളേർ കൊടുക്കും. ചിലപ്പോൾ ഉണ്ടോ അങ്ങനെ 5 ലക്ഷം ഒന്നുമല്ല ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഇപ്പൊ പറഞ്ഞില്ലേ ആ പേപ്പർ അവിടെ നിന്ന് ഇവിടം വരെ കൊണ്ടുവരാൻ വേണ്ടി എയർഫോഴ്സും നാഷണൽ സെക്യൂരിറ്റി ഒക്കെ വരേണ്ടി വന്നു. അപ്പോ അതുകൊണ്ട് ഇത്രയും കാലം വേണ്ടി നിന്നിട്ടല്ലോ വരാൻ കാരണം ഇപ്പൊ ലീക്ക് ആയതുകൊണ്ടല്ലേ. എനിക്ക് തോന്നുന്നത് ഇവര് തന്നെ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് ഇവര് തന്നെ സൊല്യൂഷൻ ചെയ്ത പോലെ ഉണ്ട്. അതിപ്പോ ചെയ്യേണ്ടത് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ ഫയർ ചെയ്യണം, എന്നിട്ട് വേറെ ആയാലും ബോധമുള്ള ആയാലും വെക്കണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ അവര് ഇത്രയും നല്ലൊരു സ്റ്റെപ്പ് എടുത്ത് ഇനി എന്ത് എല്ലാ ഇനി നീറ്റിന്റെ പരീക്ഷ എടുക്കുമ്പോൾ എയർഫോഴ്സിനെ നേവിയൊക്കെ വിളിക്കേണ്ടി വരുമോ? അതെന്തായാലും വേണം. കാരണം 25 ലക്ഷം പിള്ളേരെ എഴുതുന്ന ഇത്ര ഒരു വലിയൊരു എക്സാം അല്ലേ. 25 ലക്ഷം പിള്ളേര് 5400 എക്സാമിന്റെ ലൊക്കേഷൻ. കുറച്ചും കൂടെ ഈ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇത് കൂട്ടാതെ ലൈക്ക് എവിടുന്നാണോ ഉത്ഭവം ഉണ്ടാകുന്നത് അവിടെ നിന്നല്ലേ കുറയ്ക്കാൻ നോക്കേണ്ടത്. ഇനി ഇത് ലീക്ക് ആവാതിരിക്കാൻ നോക്കാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവിടുന്ന് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർഫോഴ്സും നേവിയും നാഷണൽ ഗാർഡിനൊക്കെ വിളിച്ചിട്ട് എക്സ്ട്രാ ചിലവായിട്ട് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ അവർ തന്നെ താൻ ഒരു പ്രോബ്ലം ഉണ്ടാക്കി. എന്നിട്ട് ഓക്കെ ഇങ്ങനെയാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ലീക്ക് ആയത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്റേണൽക്കാർക്ക് കിട്ടിയിട്ട് അത് സെല്ല് ചെയ്യുക കിട്ടിയതല്ല. ഇതിന്റെ മെയിൻ അത് പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ ഒരു പേര് ഞാൻ മറന്നുപോയി. ഒരു പ്രൊഫസർ 2 പേരുണ്ട്. അവർ 2 പേരാണ് ഈ ഡീലർമാരോട് ലീക്ക് ആക്കുന്നത്. ഇവന്മാരാണ് ഈ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് ഇവർക്ക് ഒരു ഷെയർ ഇവർക്കും കൊടുക്കുന്നത്. അതിന് ടെലിഗ്രാം വേണമെന്നില്ല കാര്യം പറഞ്ഞു. അതിന് വേണ്ട, ആക്ച്വലി ലീക്ക് ചെയ്യണതിന് ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞ ഫേക്ക് ന്യൂസും സെല്ല് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക്. പക്ഷേ എന്നാലും ഇവിടെ എനിക്ക് മനസ്സിലാത്ത വേറെ കാര്യം, ഈ 5 മിനിറ്റ് ലേറ്റാന്ന് പറഞ്ഞാൽ കേട്ടാതിരിക്കുന്ന ഒരു കേസ്. ഇവർ സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് ലേറ്റ് പറഞ്ഞാൽ കേട്ടിട്ട് ഓക്കെ അവരുടെ എക്സാമിന്റെ 5 മിനിറ്റിന്റെ സമയം കഴിഞ്ഞു, കേട്ടിട്ട് ബാക്കി എത്ര മണിക്കൂർ അത്ര എഴുതിപ്പിച്ചുകൂടെ? ഇവര് ഇപ്രാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് ഈ പ്രശ്നം നടന്നു. ഈ തവണ ഇല്ല, എല്ലാ തവണയും ലേറ്റ് ആയ എല്ലാവരും ഇറക്കി വിടാറുണ്ട്. ഈ സമയമുണ്ട് അതുകൊണ്ടാ. പക്ഷെ അത് ഇത്ര ന്യൂസ് ആവില്ലായിരുന്നു. ഇപ്രാവശ്യമാണ് ഇത്ര ന്യൂസ് ആയത്. അപ്പോൾ കാരണം ഓൾറെഡി നീറ്റിന്റെ പുറകിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു എന്താ പറയാ, നീറ്റ് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഗൗരവം. എന്തോ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ പറ്റിപ്പോവും. പക്ഷെ ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവത്തിൽ നമ്മൾ ലേറ്റ് ആയിട്ട് അലോ ചെയ്യുന്നത് ശരിയാണോ? അതും ശരിയല്ല. ഇത് ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എക്സാമിൽ ലേറ്റ് ആയിട്ട് അലോ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഈ റാലി പോലുള്ള കേസ് ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നേരത്തെ ഇറങ്ങണം. അതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങണം. ബാംഗ്ലൂർ ട്രാഫിക് നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവരും പ്രതീക്ഷിച്ചു. പക്ഷെ ഈ 4 പേർക്ക് അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ എക്സാമിൽ എത്തപ്പെടാൻ. പക്ഷെ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമില്ല. ഒരുപാട് പേര് ഇപ്പോൾ ഈ ആംബുലൻസിലാണെങ്കിലും ഇങ്ങനെ ഈ സ്ട്രൈക്ക് കാരണം ഹോസ്പിറ്റലിൽ എത്താൻ പോകാതെ മരിച്ചുപോയി ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇത് കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു അസുഖം വന്നു, അന്നേരം കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ ഇവർക്ക് അറിയാം ഇന്ന സമയത്ത് ഒരു എക്സാം ഉണ്ടെന്നും ചിലപ്പോൾ പ്രശ്നം വരരുത് എന്ന് കുറേ കൂടെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിക്കാം. മറ്റതുപോലെ കാര്യം പറഞ്ഞാൽ ശരി. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ രാവിലെ 10 മണിക്ക് നടക്കുന്ന എക്സാമിന് വീട്ടിൽ നിന്ന് 6 മണിക്ക് വിടും നമ്മള്. അങ്ങനെയും ഇതുണ്ട്. പക്ഷേ വേണമെങ്കിൽ ചെയ്യായിരുന്നു, വേണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് പോയായിരുന്നു.
എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സെന്ററിലൊക്കെ കയറ്റിന്നാണ് കേൾക്കുന്നത്, കുറച്ച് ലേറ്റ് ആയിട്ട് വന്നവരൊക്കെ കയറ്റി. പക്ഷെ അത് സെന്റർ ടു സെന്റർ ഡിപ്പെൻഡ് ആയിരുന്നു. IAS IPS ഒക്കെ എക്സാം ഒക്കെ അപ്പോൾ അത് എങ്ങനെ ചെയ്യും? അതിൻ്റെ എക്സാം എന്താ പറയുന്നത്? എനിക്കൊരു പേപ്പറിൻ്റെ പേര് എന്താണെന്ന്. പക്ഷേ ആ എക്സാമിനൊക്കെ ആണെങ്കിലും അപ്പോൾ ഇത് ഇതുപോലെ സംഭവം എല്ലാ വർഷം എയർഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എയർഫോഴ്സ് തന്നെ ചെയ്യേണ്ടി വരത്തില്ല, സിവിൽ സർവീസ് എക്സാം. ഇനിയിപ്പോ അതായിരിക്കും, ഇനിയിപ്പോ റോ ഇന്റലിജൻസ് എല്ലാവരും ഇറങ്ങും. CBSE എക്സാമിന് വന്ന് തീർന്നു. +2 ബോർഡ് എക്സാമിന്റെ ഒക്കെ പേപ്പർ ലീക്ക് ആയി. അതുപോലെ ഇതിപ്പോ നീറ്റ് മാത്രമല്ലല്ലോ, മറ്റേ IIT ഉണ്ട്, അങ്ങനെയൊക്കെ എല്ലാ അങ്ങനത്തെ കുറെ എക്സാംസ് ഒക്കെ ഇല്ലേ. ഇതിന് മാത്രമല്ല ഇതിനെ ഒരു ഇത് വേണ്ടത്, ജിമെയിലൊക്കെ എല്ലാത്തിനും ജസ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തതുപോലെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം അതാണ് എനിക്കൊന്ന് ഈ ഒരു ഗവൺമെന്റിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ സംഭവം ചിലപ്പോൾ ഇതിന് വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഈ പ്രശ്നം വന്നുകൊണ്ട് മേ ബി ഈ ഒരു സംഭവം ഇങ്ങനെ എയർഫോഴ്സ് വരുന്ന ആൾക്കാർക്ക് വിഷ്വലി അതാണ് വേണ്ട. ആൾക്കാർ അത് നല്ലൊരു സംഭവമാണ്. കാര്യം പറഞ്ഞാൽ അത് ഗവൺമെന്റ്സ് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്. ചില ആൾക്കാരോടൊക്കെ നമ്മൾ മെഷർ എടുത്തിട്ട് സംഭവം തീർന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ ആൾക്കാരൊന്ന് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലായി ഇതൊരു ആക്ടാണ്, അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാവർക്കും മനസ്സിലാവാതിരിക്കുന്നു. ഇല്ല, ചില ആൾക്കാർ ഓർക്കുമായിരിക്കുമല്ലോ, ചില അറ്റ്ലീസ്റ്റ് BJP പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ച് ആർഗ്യുമെന്റ് പറയില്ലേ, ഇത് കണ്ടില്ലേ നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്യുമായിരുന്നു, ഞങ്ങൾ എയർഫോഴ്സിനെ ഇറക്കി പട്ടാളം പേപ്പർ കൊടുത്തത്. അവർ പറയാം ഞങ്ങളുടെ ഗവൺമെന്റ് ആയിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടാകത്തില്ലെന്ന് അവർ പറയും. അപ്പോൾ അതൊക്കെ അത് വേറെ കാര്യം, അത് ഇങ്ങനെ ഡിബേറ്റ് തന്നെ ഉള്ളൂ. അതെ, ഉണ്ടായിട്ടില്ല, അപ്പോൾ പിന്നെ അവർക്ക് പറയാം, ഉണ്ടാകത്തോണ്ട് അവർക്ക് പറയാം, ഉണ്ടാകത്തോണ്ട് അവർക്ക് പറയാം. പക്ഷെ അത് അവരൊരു 10 കൊല്ലം മരിച്ചു കഴിയുമ്പോൾ അവർ തിരിച്ചു പറയും ഇത് ഉണ്ടാകത്തിന്റെ കാര്യം 12 വർഷമായിട്ട് നിങ്ങളുടെ ഗവൺമെന്റ് വന്നിട്ടില്ലല്ലോ എന്ന്. അതൊന്നും സംഭവമാണ്. പക്ഷേ ആ കറക്റ്റാണ്. പിന്നെ എനിക്കൊന്ന് ബയോമെട്രിക് വെരിഫിക്കേഷൻ, ഫേഷ്യൽ റെക്കഗ്നേഷൻ, AI അസിസ്റ്റഡ് CCTV മോണിറ്ററിംഗ്, ബയോമെട്രിക് ഒക്കെ ഉണ്ടായിരുന്നു. സിഗ്നൽ ജാമേഴ്സ്, ആംഡ് സെക്യൂരിറ്റി ആൻഡ് ഹൈലി കൺട്രോൾ ട്രാൻസ്പോർട്ടേഷൻ. ദൈവമേ. ഓക്കെ, ഗ്രേറ്റ്. സോ അങ്ങനെ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മളിവിടെ തീരുവാണ്. അപ്പോൾ അഗൈൻ ഈ ഒരു ടോപ്പിക്ക് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഡിബേറ്റും സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കമൻറ്റൊക്കെ താഴെ പറഞ്ഞറിയിക്കുക. നിങ്ങളുടെ എന്താണ്, നിങ്ങൾ ഏത് സൈഡിലാണ്, ഈ ബാക്ക് ആൻഡ് ഫോർത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഡിബേറ്റ് സംഭവം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് സംഭവം പറഞ്ഞ് നിങ്ങൾ അറിയിക്കുക. പിന്നെ അതിനൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് സജഷൻ സംഭവം ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് ഡിസ്കവർ ചെയ്തതെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ലൈവായിട്ട് ഒരു ലോങ് ഫോർമാറ്റ് ലൈവാണ് നമ്മൾ പോകുന്നത് എല്ലാ ഫ്രൈഡേസിലും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ 24ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഫുൾ ലൈവൊക്കെ കാണണം, അത്രയും അനാവശ്യമായിട്ടുള്ള സമയമുള്ള ആൾക്കാരാണെങ്കിൽ അതും പോയി കാണുക. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കണ്ടറിയാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സംഭവങ്ങൾ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് കാണാം. ദാറ്റ് ബീങ് സെഡ്, ഇന്നത്തെ ലൈവ് ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. സോ ഗൈസ് അഗൈൻ ടേക്ക് കെയർ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പറഞ്ഞു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്, ബൈ ബൈ.